അപ്പോൾ ഗൈസ് എല്ലാവർക്കും ജോമോൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഊബറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഐഡിയ അടിഞ്ഞു, നമുക്ക് ഊബർ ഓണായി ഒരു ഓർഡർ അടിഞ്ഞു. അപ്പോൾ അത് ഡെലിവറി ചെയ്തു. ഇപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം ഇങ്ങനെ ബോറടിക്കുമ്പോൾ എന്തെങ്കിലും മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഗായ്സ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ഓർഡർ വരെ വെയിറ്റ് ചെയ്യാം ഗായ്സ്. ഓർഡർ അടിഞ്ഞിട്ടില്ല, അപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ്. ഫയർ ട്രിപ്സ് ഗായ്സ്. 11:39 ഈ ഓർഡർ അടിഞ്ഞിട്ടില്ല. ഇവിടെ ഓർഡർ ഈ ഏരിയയിൽ കുറവാണ് ഗൈസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ളത് വൈറ്റ് ഫീൽഡ് ഒക്കെയാണ്. കോരമംഗലം ഏരിയയൊക്കെ കുഴപ്പമില്ല. നമ്മളിവിടെ ബസ് സൈഡിലാണ് ഗൈസ്. ഇവിടെ ഓർഡർ കുറവാണ്. നമ്മൾ മന്ത്രി സ്ക്വയർ മാളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഗൈസ്. സ്റ്റിൽ വെയിറ്റിംഗ് ഗൈസ്. ഓർഡർ അടിഞ്ഞാൽ കാണിക്കാനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. പെട്ടെന്നായിരുന്നു ഓർഡർ അടിഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ഓർഡർ പോയി പോകും. 3 മിനിറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാം ഗൈസ്. ചിലപ്പം വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമർ വിളിച്ചു. ആർക്കും നേരമില്ല ഗൈസ്. പെട്ടെന്ന് 3 മിനിറ്റ് അങ്ങോട്ട് പോകാനുള്ളായിരുന്നു. അപ്പോൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമർ വിളിച്ചു ഗൈസ്. എവിടെയാണെന്ന് ചോദിച്ചു. മേ ആകെയാന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ആ കസ്റ്റമർ ഇറക്കി. അവരെ എമൗണ്ടും കാര്യം നോക്കിയിട്ടില്ല. എത്ര കിലോമീറ്റർ? 45 മിനിറ്റ് 15 കിലോമീറ്റർ ആയിട്ടാണ് നമ്മൾ ഓടിയത്. അപ്പോൾ അത് പാർട്ടിനെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഓർഡർ അടിഞ്ഞു. അപ്പോൾ അടുത്ത ഓർഡർ എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഗൈസ്. പിന്നെ ചില വീഡിയോസ് നമുക്ക് എടുക്കാനാവില്ല. കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ ആട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുകയായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ വീഡിയോസൊന്നും ചിലപ്പോൾ എടുക്കാനാവില്ല. കസ്റ്റമറെ പിക്ക് ചെയ്ത് പിന്നെ ഫോൺ ചിലർക്ക് ഇങ്ങനെ പിടിക്കുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. അതൊക്കെ പ്രൈവസിയും കാര്യങ്ങളും അങ്ങനെയാണ് ഇവിടെ ഗൈസ്. ഫോട്ടോഷൂട്ട് ഗൈസ്. ഓർഡർ അടിഞ്ഞു ഗൈസ്. 2 മിനിറ്റ്സ് 5 കിലോമീറ്റർ എടുക്കാം ഗൈസ്. ഓർഡർ കിട്ടിയോ? കിട്ടി ഗൈസ്. ഓർഡർ കിട്ടി. വിവേക്. അപ്പം ഓർഡർ പിക്ക് ചെയ്യാൻ പോട്ടെ. ചൂടാണ് ഗൈസ്. അപ്പം ഫോൺ ഹീറ്റായിട്ട് മാപ്പൊന്നും കിട്ടുന്നില്ല. അപ്പം ചെറിയൊരു പണിയെടുത്താണ് ടവൽ വെച്ചിട്ട്. പോസിബിൾ ആവുമെന്ന് അറിയില്ല ഗൈസ്. അപ്പം നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. 1 മിനിറ്റ് 100 മീറ്റർ. നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ 138 രൂപ കിട്ടി. 135 കഴിഞ്ഞ് പിന്നെ കുറച്ച് ചെറിയൊരു ബ്ലോക്ക് കുടുങ്ങി. അപ്പം നമുക്ക് അതിന് എക്സ്ട്രാ പൈസയിൽ കൂടി കൂട്ടിയിട്ട് 138 രൂപ കിട്ടി ഗൈസ്. ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ്. അടുത്തൊരു ഓർഡർ വന്നു. എടുക്കാൻ നോക്കിയപ്പോഴേക്ക് പോയി. 250 ഓർഡർ ആയിരുന്നു പോയി ഗൈസ്. ഇപ്പം നമ്മൾ ഒരു ക്രീം ബന്ന് കഴിക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടിയതാണ്. 10 രൂപയേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ക്രീമും കാര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇടവേള ഫുഡ്. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ആളെ പിക്ക് ചെയ്യാൻ പോവാണ്. 4 മിനിറ്റ്സ് കൂടി ഉണ്ട്. വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായില്ല. പെട്ടെന്ന് അടിയാ. അപ്പോൾ അവനെ എടുത്തില്ലെങ്കിൽ വേറെ ഡ്രൈവർമാർ കൊണ്ടുപോകും. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പില്ല. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ഇറക്കി. അപ്പോൾ തന്നെ വേറെ അടുത്ത അടി അടിഞ്ഞു. അപ്പം കഴിഞ്ഞ കിട്ടിയ എമൗണ്ടൊക്കെ എത്രയാണെന്ന് അറിയില്ല. അത് നോക്കണം. ഫ്രീ ആവണം. അടുത്ത ട്രിപ്പ് പോയിട്ട് കസ്റ്റമറൊക്കെ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഒക്കെ പറഞ്ഞു തരാം. പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാനാവുന്നില്ല ഗൈസ്. ചെറിയൊരു കോമഡി ഒക്കെ ഉണ്ട് ഗൈസിൻ്റെ അടുക്ക് നടന്നത്. അതൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അടുത്ത ഓർഡർ അടിച്ചു. അടുത്ത ഓർഡർ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളെല്ലാ കസ്റ്റമറെയും ഇറക്കി കഴിഞ്ഞു. അപ്പോൾ CNG ഇനി 2 ഘട്ടമുള്ളൂ ഗൈസ്. അപ്പോൾ CNG അടിക്കാൻ വേണ്ടി പോവുകയാണ്. CNGൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ CNG നമ്മുടെ അടുത്തുള്ള ലൊക്കേഷനിലുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക്
ഏതായാലും CNG അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ CNG ഒക്കെ അടിച്ചു, ഫുൾ ടാങ്ക് ആയി ഗൈസ്. കാണുന്നുണ്ടോ? ഇനി 0 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. നമ്മൾ ഊബർ അതിൻ്റെ അടുക്ക് ഒരു അപ്ഡേറ്റ് വന്നു, ഊബർ അപ്ഡേറ്റിന് ഇട്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് കോമഡി ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ കസ്റ്റമർ ഇറക്കി കഴിഞ്ഞ് അങ്ങനെ അടുത്ത ഓർഡർ പെട്ടെന്ന് അടിച്ചപ്പോൾ ലൊക്കേഷനിലേക്ക് പോയി. അങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ട്, ഫാമിലി പുറത്തേക്ക് ഇറങ്ങിക്കുന്നത്. അങ്ങനെ അവർ വന്ന് അങ്ങനെ അവർ കയറി ഇരുന്ന് അവർ OTP പിന്നുണ്ടോ, അടിച്ചിട്ട് സബ്മിറ്റ് ആകുന്നില്ല. രണ്ടാമതും അടിച്ചു, അപ്പോൾ നമ്പർ എന്തോ തെറ്റിയാണെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ ബാക്കിൽ വേറൊരു കാർ വന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവർക്കും മനസ്സിലായത് അവരെ കാർ എത്തും, എൻ്റെ കസ്റ്റമർ വേറെയാണെന്ന്. അപ്പോഴത്തെ മറ്റേ കസ്റ്റമർ വിളിക്കുന്നു, ഇവരെ നേരെ ബാക്കിൽ ഒരു 50 മീറ്റർ ബാക്കിൽ കസ്റ്റമർ എത്തുന്നു. അവരിറങ്ങാൻ കുറച്ച് നേരം പോയി ഞാൻ ഈ കസ്റ്റമറാന്ന് വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചിരിക്കുന്നു, ഈ കസ്റ്റമർ ചിരിച്ചു. ഗായ്സ് വലിയ തമാശല്ലേ. പിന്നെ നമ്മൾ ഊബർ അപ്ഡേറ്റ് ഇട്ടില്ല, പക്ഷെ ഊബർ അങ്ങനെ അപ്ഡേറ്റ് ഇട്ടിട്ട് ആവുന്നില്ല. പിന്നെ ഒന്ന് അൺഇൻസ്റ്റാൾ ആക്കി രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായിക്കുട്ടി. പിന്നെ നമ്മൾ ഈ CNGൻ്റെ ലൊക്കേഷൻ്റെ പറഞ്ഞല്ലോ, അത് നമുക്കിതാ ഞാനിവിടെ ഈ ആപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ ലൊക്കേഷൻ്റെ അടുത്ത് CNG ഉണ്ടോ എന്ന്, അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ, അതായത് ഈ ആപ്പ് ഓപ്പൺ ആയിട്ട് കാട്ടിത്തരാം എങ്ങനെയാണെന്ന്. ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരിക. നമ്മുടെ ലൊക്കേഷന് അത് എഗ്രി ആവും. അതായത് ഇപ്പം എൻ്റെ ലൊക്കേഷനാണ്, ഞാൻ നേരത്തെ CNG അടിച്ച പെട്രോൾ പമ്പാണിത്. എൻ്റെ നിയറസ്റ്റ് ആയിട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും അതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാട്ടും. അല്ല, ഇവിടെ നിന്നാണ് ഇപ്പം ഞാൻ CNG അടിച്ചത്. ഇതൊക്കെ ഓരോരോ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതും ലിസ്റ്റ് വരും. നമുക്ക് അവിടേക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് പോവാം. അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഏണിങ്സ് 1645 പിന്നെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് എത്ര സമയമായെന്ന് ചോദിച്ചാൽ 7 മണിക്കൂർ 50 മിനിറ്റ്. 1645 ഇതുവരെ നമ്മളെ ഏണിങ്സ്. ഇതുവരെ ഓർഡർ അടിച്ചില്ല, നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ്. അതങ്ങനെയാണ്, കുറച്ച് നേരം വെറുതെ ഇരിക്കുമ്പോൾ ഓർഡർ അടിക്കില്ല. ഒരു ഓർഡർ എടുത്ത് ഒരു റെസ്റ്റ് കിട്ടാൻ നോക്കുമ്പോൾ ഓർഡർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ CNG അടിക്കാൻ വരുമ്പോൾ ഓർഡർ അടിച്ചിരുന്നു, ഞാൻ പിന്നെ ഓഫാക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഓർഡറിന് അലയുന്നു ഗൈസ്. ഫ്രണ്ട്സ് ഓർഡർ അടിഞ്ഞില്ല ഗായ്സ്. ഞാൻ പണ്ടേ എന്തോ ഒരു ബന്ധമുണ്ട് ഈ ഗായ്സ്. ഈ വീഡിയോ കാണുമ്പോഴേക്ക് മനസ്സിലാവും ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അതിങ്ങനെ വരും. 6:01 ഇതുവരെ ഓർഡർ അടിച്ചില്ല. അടിക്കാൻ നോക്കിയപ്പോൾ അത് പോയി ഗൈസ്. ഓർഡർ വന്ന് അത് ഞാൻ ഓക്കെ അടിച്ച്, പക്ഷെ കറങ്ങി അതും പോയി. എന്താ ചെയ്യാം, എന്ത് ചെയ്യുമല്ലയ്യ. രാത്രിയായി ഗൈസ്, 6:42. യാതൊരു അനക്കവുമില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. ഓർഡർ അടിഞ്ഞു, പോയോക്കട്ടെ. എങ്ങോട്ടാണെന്നറിയില്ല, വേഗം നക്കിയതാണ്. അപ്പോൾ പോയി പിക്ക് ചെയ്യട്ടെ. 2 ഓർഡർ കഴിഞ്ഞു, 2320 നമ്മൾ ഏണിങ്സ്. ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ 10 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഓർഡർ അടിക്കുന്നു, നമ്മൾ എടുക്കുന്നു. കിട്ടിയോന്നറിയില്ല, കറങ്ങുന്നുണ്ട്. ഗൈസ് കിട്ടി ഗൈസ്. 1 അവർ ഉണ്ട് ഗൈസ് നമുക്ക് പോവാൻ. കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതോടെ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് കാണാം ഗൈസ്. ഫ്രണ്ട്സ് എൻ്റെ 3 റൈഡ് കഴിഞ്ഞു, അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല, പോവണ്ടേന്ന് ആലോചിക്കുകയാണ് ഗൈസ്. ഏകദേശം ഡ്യൂട്ടി ടൈം കഴിയാനായി. 12 അവർ 25 മിനിറ്റ് 2745 12 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. റൂം ഇവിടെ എടുത്തായത് കൊണ്ട് എന്ത് ചെയ്യണം, നിർത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഗൈസ്. വലിയ ഓർഡറുകളാണ് ഗൈസ് അടിക്കുന്നത്, ചെറിയ ഓർഡറൊന്നും അടിക്കുന്നില്ല. വെയിറ്റിംഗ് ഫോർ ചെറിയ ഓർഡർ. കോരമംഗലത്ത് തന്നെയാണ് ഉള്ളത്, ഒന്നിനും മാറ്റം വന്നിട്ടില്ല. ഓർഡർ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ചെറിയ ഓർഡർ ഇവിടെ അടുത്തെവിടെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് കുത്തിരിക്കുക. ഇപ്പൊ കുറെ ഓടാണ്ട് 12 മാസത്തളിയെത്തും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓർഡർ അടിക്കാൻ പ്രയാസം. പിന്നെ വെറുതെ ഒറ്റക്ക് കയറേണ്ടി വരും.
വെറുതെ CNG കത്തണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. അടുത്ത ഓർഡർ ഒക്കെ അടിക്കുന്നുണ്ട്. ഇന്നത്തെ നിർത്തുകയാണ് ഗൈസ്. അപ്പം എല്ലാവരും കമൻറ്റും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.